വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു ചടങ്ങിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ശാന്തിഗിരി ആശ്രമവും നമ്മുടെ ബ്രഹ്മകുമാരീസുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം, ആത്മീയതയുടെ നൈരന്തര്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധമുണ്ടാക്കിയ ഊഷ്മളതയാണ് എല്ലാ പരിപാടികൾക്കും ഓടിയെത്തുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രഹ്മകുമാരീസിന്റെ എല്ലാ പരിപാടികളിലും സദാ ഞാൻ സജീവ സാന്നിധ്യമായി എത്താറുണ്ട്. എന്നെ ഏതെങ്കിലും പരിപാടികൾക്ക് വിളിച്ചില്ല എങ്കിൽ ഞാൻ പരിഭവം പറയാറുണ്ട്. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്, അത്ര സ്നേഹമാണ്, അത്ര താല്പര്യമാണ്, അത്ര വിനയമാണ്, അത്ര ആദരവാണ്, അത്ര ബഹുമാനമാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്നു. ഏതൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു തീർത്ഥാടനമാണ്, നന്മയിലേക്കുള്ള തീർത്ഥാടനം. ബ്രഹ്മകുമാരീസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ അറിയാതെ ഒരു ജ്ഞാനസ്നാനത്തിലെത്തിപ്പെടുകയാണ്. ഇവിടെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇരമ്പിപ്പാഞ്ഞ് കടന്നു പോകുമ്പോൾ നമ്മളാരും ആ ശബ്ദം കേട്ടില്ല. അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിയുടെ നിർവൃതി മാത്രമാണ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ സാത്വിക മനസ്സിന്റെ അഗാധതകളിൽ ശാന്തിയുടെ, സമാധാനത്തിന്റെ കാരുണ്യവർഷമായി നിറയുന്നത്. കഴിഞ്ഞ 78 വർഷത്തെ പ്രൗഢമായ അന്തസ്സുറ്റ ആത്മീയ പാരമ്പര്യം, ഭാരതീയ ഋഷിമാരുടെ തപോമണ്ഡലങ്ങളുടെ ജ്ഞാനഭണ്ഡാരങ്ങളിൽ നിന്നും ഉദിച്ചുയർന്ന നന്മയുടെ അനന്തസ്ഥലികൾ സ്വന്തം സാത്വിക മനസ്സിന്റെ അഗാധതകളിൽ ഒരു ജ്ഞാനിയായ യോഗി കണ്ടെത്തിയപ്പോൾ അവിടെ വലിയൊരു നന്മയ്ക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. ബ്രഹ്മഭാവ എന്ന് ലോകം വാഴ്ത്തിയ ഒരു മഹാനായ ആത്മജ്ഞാനിയുടെ ആത്മീയ തീർത്ഥാടനം. 140 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏതൊരു ആത്മീയ പ്രസ്ഥാനത്തെ, ഏതൊരു സാമൂഹിക പ്രസ്ഥാനത്തെ, ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നമുക്ക് വേറെ എവിടെ കാണുവാൻ കഴിയും? ലോകത്തിന്റെ വിദൂരമായ കോണുകളിൽ പോലും, കടലുകൾക്കപ്പുറത്തുപോലും ദൈവസ്നേഹത്തിന്റെ അനന്തസ്ഥലികളുടെ ഊഷ്മളത വിരിയിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ നേരത്തെ ഒരുപാട് ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി, ഏറെ ആദരണീയയായ, അഭിവന്ദിയായ നമ്മുടെ ചക്രധാരിണി ജി അതിനെക്കുറിച്ച് തന്റെ മനോമുഖരങ്ങളിൽ നിന്നും ഉതിർന്നു വന്ന ആ ജ്ഞാനാവസ്ഥയുടെ തിരതള്ളലിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം, സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം. ഭാരതീയമായ ഋഷിപാരമ്പര്യത്തിൽ, ആർഷഭാരത സംസ്കാരത്തിൽ വേദവാഹിനികളായിരുന്നു സ്ത്രീ. പക്ഷേ പിൽക്കാലങ്ങളിൽ ദേവദാസികളായി പോകുവാനുള്ള അപകടം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആത്മീയതയുടെ പൊതുധാരയിൽ നിന്നും സ്ത്രീകൾ പുറന്തള്ളപ്പെട്ടു. പൂജാതി കർമ്മങ്ങളിൽ നിന്നും ആചാരവിധികളിൽ നിന്നും സ്ത്രീകളെ ഒഴിച്ചു നിർത്തി. നമുക്കറിയാം, ഒരു മതവും അതിൽ നിന്ന് ഇന്ന് വിഭിന്നമല്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ആത്മീയ കേന്ദ്രങ്ങളിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇന്നും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേദവാഹിനികളായ സ്ത്രീകളെ ദേവദാസികളായി മാറ്റിയിരിക്കുന്ന ഒരു ചരിത്രം നമ്മളെ നോക്കി വെല്ലുവിളിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെ ഇന്ന് നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അതൊരു സാമൂഹികമായ കാരണം മാത്രമല്ല, അതൊരു ആത്മീയ കാരണം കൂടിയാണ് എന്ന് തിരിച്ചറിയപ്പെടുകയാണ് ഈ മഹത്തായ സന്ദേശങ്ങളിലൂടെ.
ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെപ്പറ്റി നമ്മൾ എത്രയോ ആളുകൾ വാഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അമ്മമാരുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥയാണ് എന്താണ്? പവിത്രമായ ഇന്ത്യൻ സ്ത്രീയുടെ, ഭാരത സ്ത്രീയുടെ, കുലശുദ്ധിയുടെ ആൾരൂപമായിരുന്ന ആ സ്ത്രീയുടെ ഇന്നത്തെ ദാരുണമായ അവസ്ഥയെന്ത്? അതിന് കാരണക്കാർ ആര്? വൈദിക സമ്പ്രദായത്തിന്റെ മേലാളന്മാരുടെ കോർമ്പല്ലുകൾ തൂക്കിയെടുത്തെറിഞ്ഞതാണ് സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം. നമ്മൾ വലിയ വിശുദ്ധമായ വേദകേന്ദ്രമായ മനുസ്മൃതിയിൽ പോലും, ഇന്ത്യയുടെ ആധികാരികമായ വേദ ഗ്രന്ഥമായ മനുസ്മൃതിയിൽ പോലും നസ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് എഴുതി ചേർക്കുകയുണ്ടായി. അപ്പൊ വേദങ്ങളിൽ പോലും, പുരാണങ്ങളിൽ പോലും, ഉപനിഷത്തുകളിൽ പോലും, സൂക്തങ്ങളിൽ പോലും ഒക്കെ സ്ത്രീകളെ പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ആ സംസ്കാരത്തിനാണ് ഇവിടെ പ്രധാനമായും മാറ്റം വരേണ്ടത്. വികസിച്ച് പരിണാമം സംഭവിക്കുന്നത് നമ്മുടെ മനസ്സുകളിലാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളിലായി നമ്മൾ കണ്ടു, ഒരു വലിയ പൊതു തെരഞ്ഞെടുപ്പ് ഉഴുതുമറിച്ചിട്ട വിളനിലത്തിലാണ് പ്രധാനമായും നമ്മൾ നിൽക്കുന്നത്. 25,000-ൽ പരം കോടികൾ ആണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുതൽ മുടക്കിയത് എന്ന് എഴുതപ്പെടാത്ത കണക്കുകൾ പറയുന്നു. സാധാരണക്കാരായ ആളുകൾ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ യാചകന്മാരായി, പട്ടിണി പാവങ്ങളായി, പാർശ്വവൽക്കരിക്കപ്പെടുന്നവരായി, പുറന്തള്ളപ്പെടുന്നവരായി, ജീവിക്കുവാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ, വസ്ത്രമില്ലാതെ പട്ടിണി കിടക്കുന്നവരായി, തണുപ്പിൽ പിടഞ്ഞു മരിക്കുന്നവരായി, ചൂടിൽ പൊള്ളിത്തീരുന്നവരായി മാറുന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമായും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കുന്ന കോടികളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നതെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാണ്. രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പക്ഷേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളുടെ സംസ്കാരത്തിനും ജീവന്റെ കർമ്മഗതികൾക്കും മാറ്റം വരുത്തുവാൻ പര്യാപ്തമായ സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം പ്രദാനം ചെയ്യുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളെ കാണുവാൻ, അതിനെ ഗൗരവത്തോടുകൂടി എടുക്കുവാൻ, സമീപിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാത്തതാണ് നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയുവാൻ കഴിയും. ആത്മീയത എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിച്ചതിന് ശേഷം അവസാനം വനവാസം എന്ന പേരിൽ കയറി ചെല്ലുവാനുള്ള ഒരു കൂടാരമായി നമ്മൾ കാണുന്നു. സന്യാസം, എല്ലാ ആഗ്രഹങ്ങളും അടുത്ത് അതിനുശേഷം പിന്നീട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം എടുത്തണിയാനുള്ള ഒരു മേലങ്കി മാത്രമെന്ന് ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ആത്മീയത എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനിക്കുന്ന കാലം മുതൽ അവൻ മരിക്കുന്ന സമയം വരെ അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്ന് തിരിച്ചറിയുവാൻ സമൂഹം ഇനി എത്രയോ കാലം വേണ്ടിവരും. നമ്മുടെ ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശത്തെ കാണാതെ ഇനി നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ഒരിക്കലും മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത്. ബ്രഹ്മകുമാരീസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആരാധ്യയായ ദാദി ജാനകിജിയെ 2 പ്രാവശ്യം നേരിൽ കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. മൗണ്ട് അബു എന്ന ഇന്ത്യൻ ആത്മീയതയുടെ പറുദീസയായ ഗുജറാത്തിലെ ആ സ്ഥലത്ത് പോയി അവിടെ നിന്നും സ്നേഹോഷ്മളമായ ആ അനുഗ്രഹ വർഷങ്ങൾ തേടുന്നതിന് ശാന്തിഗിരിയിലെ സന്യാസിമാരോടൊപ്പം, ശാന്തിഗിരിയിലെ ഗുരുസ്ഥാനിയോടൊപ്പം എനിക്ക് പോകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2010 ശാന്തിഗിരി ആശ്രമത്തിൽ നടന്ന വർണ്ണശാല സമർപ്പണത്തിൽ അതിനോടനുബന്ധിച്ച് നടന്ന ആത്മീയ കോൺഗ്രസ്, സ്പിരിച്വൽ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത് ദാദി ജാനകിജിയാണ്. അന്ന് ആ മഹതിയായ, വന്ധ്യയായ ആ അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ മനസ്സിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന മഹാസമ്മേളനത്തിൽ അന്ന് ദാദി ഹൃദയമോഹിനിജിയുമായി ഇതുപോലെ വേദി പങ്കിടുവാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുകയുണ്ടായി.
അങ്ങനെ ആ പ്രസ്ഥാനത്തെ നന്മയിലേക്ക് ഉൾവഹിച്ച് മുന്നോട്ട് കടത്തിക്കൊണ്ടുപോയിരിക്കുന്ന ആത്മീയ രത്നങ്ങളെ, വേദവാഹിനികളെ, അവരുമായി സമയം പങ്കുവെക്കുവാനും ആത്മീയ കാര്യങ്ങൾ ഇടപെടുവാനും കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ ലോകത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിന്നും ഇവിടെ എത്തി ഈ ദിവസങ്ങളിലായി നടക്കുന്ന ഈ ധ്യാന സമർപ്പണത്തിൽ, ഈ ജ്ഞാനസ്നാനത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹാഭാഗ്യമാണ്. കഴിഞ്ഞ 50-ൽ പരം വർഷങ്ങളായി തന്റെ ജീവിതമാണ് തന്റെ സന്ദേശമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ തപസ്സിന്റെ വഴിത്താരുകളിലൂടെ കടന്നുപോകുന്ന പവിത്രയായ ഒരു ആത്മീയ തേജസ്സിന്റെ മുന്നിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ആ അമ്മയുടെ വാക്കുകൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയം വരെ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ കൂടി ആ അമ്മ നൽകിയ സന്ദേശത്തിന്റെ വെളിച്ചം ഈ അന്തരീക്ഷത്തിൽ കലുഷിതമായ തിന്മകളെ വിഭാടനം ചെയ്യുന്നു എന്ന് ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ സാരഥി എന്നുള്ള നിലയിൽ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിന്റെയും ധാർമ്മികതയുടെയും ജീവകാരുണ്യത്തിന്റെയും പുതിയ മാനങ്ങൾ ലോകത്തിന് പകർന്നു നൽകിയ ബ്രഹ്മകുമാരീസ് എന്ന മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇനിയും ലോകത്തിന് നന്മയുടെ സന്ദേശങ്ങൾ പകർന്നു തരുവാൻ പര്യാപ്തമായ പശ്ചാത്തലങ്ങൾ സൃഷ്ടിക്കട്ടെ, ആത്മീയതയുടെ വലിയ മാനങ്ങൾ സൃഷ്ടിക്കട്ടെ, നവസ്സുകൾ സൃഷ്ടിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും സാത്വിക മനസ്സിന്റെ അഗാധതകളിൽ എന്നും ആത്മീയതയുടെ നിറച്ചാർത്തുകൾ, അലയാർച്ചാർത്തുകൾ ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാനുള്ളത്. ഇനിയും ഈ ഒരു തീർത്ഥാടനങ്ങളിൽ, ഈ നന്മയുടെ ജ്ഞാനസ്നാനങ്ങളിൽ പങ്കുചേരുവാൻ, ആ ഒരു കാരുണ്യത്തിൽ അടിഞ്ഞു ചേരുവാൻ എനിക്ക് ഭാഗ്യം ലഭിക്കട്ടെ. അതിന് എന്നെ ജഗദീശ്വരൻ പ്രപഞ്ചനാഥൻ പ്രാപ്തനാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും എന്നെ ബ്രഹ്മകുമാരീസിന്റെ ഈ വേദിയിലെത്തിച്ച് ഈ പുണ്യം പങ്കിട്ടെടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയ ഈ സഹോദരിമാരുടെ മുമ്പിൽ എന്റെ എല്ലാവിധ ആദരവുകളും സ്നേഹവും ബഹുമാനങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.